ഇന്ന് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാനും ടിമ്മി ടീച്ചറും പരുമല പള്ളിയിലേക്ക് പോവുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കാനാണെന്നാണോ? അല്ല, സച്ചിൻ സാറിൻ്റെ കല്യാണമാണിന്ന്. അദ്ദേഹം വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻ സ്കൂളിലെ അധ്യാപകനാണ്. മല്ലപ്പള്ളി CMS സ്കൂളിൽ വെച്ചുള്ള SLC ഡ്യൂട്ടിക്കാണ് ഞങ്ങൾ സച്ചിൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നു. വെറും 9 ദിവസത്തെ പരിചയമാണ്. ഈ ചെറിയ ദിവസങ്ങൾക്കിടയിൽ വലിയ സൗഹൃദം തന്നെ അവിടെ രൂപപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കല്യാണത്തിന് സംബന്ധിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഉറപ്പായും ഞങ്ങൾ എത്തിയിരിക്കുമെന്ന് വാക്ക് കൊടുത്താണ്. ആ വാക്ക് ഞാനും ടിമ്മി ടീച്ചറും ഇന്ന് പാലിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അജോയ് ചായൻ. MGMലെ ഓഫീസ് സ്റ്റാഫാണ്. നമ്മുടെ ടിമ്മി ടീച്ചർ എത്തി. സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പോകുന്നു. കൂടെ ബെറ്റി ടീച്ചർ. ഈ പച്ചയിൽ സുന്ദരിയായി നടന്നു വരുന്നതാണ് ബീന ടീച്ചർ. ഒപ്പം ടീച്ചറിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. സ്കൂളിൻ്റെ IT സംബന്ധമായ എല്ലാ കാര്യങ്ങളും ടീച്ചറിൻ്റെ വിരൽത്തുമ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ടീച്ചർ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ദീർഘദൂരം യാത്ര ചെയ്തു വന്നവർ ആദ്യം കയറിയത് പള്ളിയിലേക്കല്ല, അവരെ തൊട്ട് പിന്നാലെ ഞാനും. എന്തോ ഒരു പൊടി ബാഗിലേക്ക് വെക്കുന്ന കണ്ട് ഞാൻ ചെന്നത് കൈയിട്ടെടുത്തു. എന്തായിരിക്കും അത് എന്നറിയാൻ തുറന്നു നോക്കി. മൺമറഞ്ഞ ചില ആചാരങ്ങൾ. അത് കണ്ടത് കൗതുകവും സന്തോഷവും കുട്ടിത്തവും മനസ്സിലേക്ക് കൊണ്ടുവന്നു. അന്യം നിന്ന് പോയ കലാരൂപം. കല്യാണം തുടങ്ങാറായി. ഇതാണ് ഞങ്ങളുടെ ആനി മാമൻ ടീച്ചർ. ടീച്ചറിൻ്റെ ഫാമിലിയാണ് ഒപ്പമുള്ളത്. ടീച്ചർ ഈ വർഷം MGMൽ നിന്ന് റിട്ടയർ ആയി. നല്ല ഒന്നാം തരം പാട്ടുകൾ. BB ഓഡിയോസിൻ്റെ കൊയറാണോ? കൊയർ ടീമിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഇത് നമ്മുടെ ഫിനഹാസ് സാറാണല്ലോ. സാർ പാടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മനോജ് സാറും വിനു സാറും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരുമാണ്. അത് വേറെ ആരെയും വിളിക്കാത്തവർ വന്നത്. മോനെ ചിരിയടാ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നത് വിനു സാറാണ്. അപ്പോൾ തന്നെ സെൻറ്റ് ബെഹനാൻസിലെ വിനു സാറിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു ദിനമായിരുന്നു ഇന്ന്. അടിപൊളി ഒരു കല്യാണം കൂടി. കയറൊക്കെ കഴിഞ്ഞ് ഫിനഹാസ് സാറും എത്തി. ചിന്ന അൻപിൽ താനെ ജീവൻ ഇന്നും